ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു മിനിയേച്ചർ ഗാർഡനാണ്. മിനിയേച്ചർ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടെറേറിയം നേരത്തെ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ബൗളിനകത്ത് നമ്മൾ ഒരു ഉദ്യാനം തീർക്കുക അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് തീർക്കുക, അതിനെയാണ് നമ്മൾ ടെറേറിയം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗ്ലാസ് ബൗളിനല്ല, ഒരു പരന്ന ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു ട്രേക്കകത്താണ് നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പോ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനോ നമ്മൾ തീർത്തെടുക്കുന്നതിനെയാണ് നമ്മൾ മിനിയേച്ചർ ഗാർഡൻ എന്ന് പറയുന്നത്. മാക്സിമം ഒരടി വൃത്തം വരുന്ന ഒരു ട്രേക്കകത്താണ് നമ്മൾ ഇത്തരം മിനിയേച്ചർ ഗാർഡനുകൾ സാധാരണ സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഈ മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് നോക്കാം. നമുക്ക് വേണ്ടത് ആദ്യമായിട്ടൊരു ചട്ടിയാണ്. ഒരു 1-1.5 അടി അല്ലെങ്കിൽ 1.25 അടി വിഡ്ത്ത് വരുന്ന ഒരു ചട്ടി. ഇത് സിമെൻറ്റിൻ്റെ ചട്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു ചട്ടിയാണ്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ചട്ടി മതി. തെറാക്കോട്ടയുടെ ചട്ടിയോ സിമെൻറ്റിൻ്റെ ചട്ടിയോ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേയോ എന്തായാലും കുഴപ്പമില്ല. ഏകദേശം ഇത്രയും വലിപ്പമുള്ള ഒരു ചട്ടിയാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ്. നമ്മൾ ഇൻഡോർ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഹോള് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഔട്ട്ഡോർ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ഹോൾ ഇട്ടിട്ടുള്ളത്. ഇൻഡോർ വയ്ക്കുമ്പോൾ നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം നമ്മുടെ ഇൻഡോർ മുഴുവൻ വൃത്തികേടാവും, ലീക്കാവും. അതുകൊണ്ട് ഇൻഡോർ ആണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ ഹോള് ആവശ്യമില്ല. പുറത്ത് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഹോളിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഈ ഹോള് മൂടാൻ വേണ്ടി കുറച്ച് ഇതുപോലെ ഉണങ്ങിയ ഒരു ചട്ടി പൊട്ടിയ കഷ്ണങ്ങളോ ബ്രിക്കിൻ്റെ പീസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച്. പിന്നെ നമുക്ക് കുറച്ച് ചരലാണ്. ഈ ചട്ടിയുടെ അടിയിൽ നിരത്താൻ വേണ്ടി കുറച്ച് ചരൽ, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്, മണ്ണ് ഉറഞ്ഞ് സ്റ്റക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് വേണം ഇതിന്. നമ്മളൊരു ചെറിയൊരു വീട്, അതുപോലെ തന്നെ ഒരു ചെറിയ പാർക്കിലെ ഒരു ബെഞ്ച്, അതുപോലെ നമ്മളൊരു ചെറിയൊരു ലാഡർ, ഒരു ചെറിയ ഫെൻസ്, ഒരു വേലി, കുറച്ച് പെബിൾസ്, പിന്നെ നമുക്ക് കുറച്ച് പായൽ, നമുക്ക് ഈർപ്പമുള്ളിടത്ത് അടർത്തിയെടുക്കാൻ കിട്ടുന്ന ഒരു പായൽ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നിടത്തൊക്കെ ഇത് ഇപ്പോഴും കിട്ടും. മഴക്കാലത്താണെങ്കിൽ സുലഭമായിട്ട് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഡ്രിഫ്റ്റ് വുഡിൻ്റെ പീസുകൾ, ഉണങ്ങിയ മരത്തിൻ്റെ കുറച്ച് ചുള്ളിയും കമ്പൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പാറയുടെ കഷ്ണങ്ങൾ, റോക്ക് പീസുകൾ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പോട്ടിംഗ് മിക്സർ എന്ന് പറയുന്നത് സാധനം, ഗാർഡൻ സോയിൽ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ സാധനമാണ്. മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, ചാണപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തെടുത്താൽ പോട്ടിംഗ് മിശ്രിതമായി. അങ്ങനെയുള്ള പോട്ടിംഗ് മിക്സറാണ് ഈ കാണുന്നത്. അത് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. ഇതേ പ്ലാന്റ്സ് തന്നെ നിങ്ങൾ എടുക്കണമെന്നോ നിങ്ങൾക്ക് കിട്ടണമെന്നോ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടങ്ങളിൽ കിട്ടുന്ന നമ്മുടെ നാടൻ ചെടികളൊക്കെ ആയാൽ മതി. വലിയ ഹൈടെക് പ്ലാന്റ്സ് ഒന്നും തേടി പോകണ്ട. ഇത് ഒരു ഗ്രീൻ സ്പിനാച്ചാണ്, ഓർണമെൻ്റൽ സ്പിനാച്ച്, ഗ്രീൻ കളറാണിത്. അത് കഴിഞ്ഞ് അരേലിയ എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഒരു തൈയാണിത്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ അരേലിയയുടെ ഒരു തൈ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട ഫൈക്കസ് ബെഞ്ചാമിന എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് കൊമ്പൊടിച്ച് കുത്തിയാൽ ഉണ്ടാകുന്ന സാധനമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനെടുത്ത ചെടികളൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഈ ഫൈക്കസ് മറ്റൊരു മരമായിട്ട് നമുക്ക് ഇതിൽ ലാൻഡ്സ്കേപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ്. അത് കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞ സ്പിനാച്ച് തന്നെയാണ്. പിന്നെ ടർട്ടിൽ വൈൻ എന്ന് പറയുന്ന ഒരു പുല്ലാണിത്, ഗ്രാസ്. അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഗ്രാസാണ് ഇതും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ തൊടിയിലൊക്കെ കിട്ടുന്ന അധികം വളരാത്ത പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട ചെറിയ ചെറിയ പൂക്കളുണ്ടായി നിൽക്കുന്ന കൊച്ചു കൊച്ചു ചെടികളാണ്. നമുക്കിപ്പോൾ പൂവാങ്കുറുന്നൽ എന്നൊക്കെ പറയുന്ന ഒരു ഔഷധ സസ്യമാണിത്.
കിഴാർനെല്ലിയോ പൂവാങ്കുറുന്നലോ മഷിപ്പച്ചയോ ഇങ്ങനെയുള്ള എന്ത് സാധനങ്ങളും നമുക്ക് വെച്ചിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാം. ഞാൻ കിട്ടിയ കുറച്ച് സാധനങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ചെറുള എന്ന് പറയുന്ന ഒരു ചെടിയാണിത്. ഇത് ഉണങ്ങിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ അലങ്കരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ കളക്ട് ചെയ്ത കൂട്ടത്തിൽ ഇതും കൂടെ എടുത്തു എന്നേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ചട്ടിക്കകത്ത് നല്ലൊരു ലാൻഡ്സ്കേപ്പ് രൂപപ്പെടുത്തിയെടുക്കുക. അതാണ് നമ്മൾ മിനിയേച്ചർ ഗാർഡൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ളൊരു മിനിയേച്ചർ ഗാർഡൻ്റെ പണി നമുക്ക് ഇപ്പോൾ ആരംഭിക്കാം. നമ്മൾ ഈ ചട്ടിയുടെ അടിയിൽ ഈ ഹോള് അടയ്ക്കാൻ വേണ്ടി കുറച്ച് പൊട്ടിയ ചട്ടിയുടെ പീസുകൾ ഇങ്ങനെ നിരത്തുന്നു. ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് വന്ന് അടഞ്ഞ് ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്ത് കുറച്ച് ചരൽ ചരലിട്ടു. ചരൽ ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് കനത്തിലേ ഈ ചരലുള്ളൂ. അത്രയും നമ്മളിട്ടു. ആകെ കൂടെ നമുക്ക് ഈ ചട്ടിയുടെ കനം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനകത്ത് സംഗതികൾ നിരത്താനായിട്ട്. പിന്നെ നമ്മൾ ഇടുന്നത് ഈ പോട്ടിംഗ് മിക്സറാണ്. പോട്ടിംഗ് മിക്സർ സാധാരണ ഗാർഡൻ സോയിൽ എന്ന് നമ്മൾ പറയാറുള്ള മണ്ണ്, മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ലൈവ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്നത്. ഒന്നും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ല. കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് മാത്രമേ നമുക്ക് ജീവനില്ലാത്തത് ഇതിനകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെടികൾ വളരാൻ ഉദ്ദേശിച്ച് ഉള്ള ഈ മീഡിയം തന്നെയാണ് ഈ ഇതിൽ എടുക്കേണ്ടത്. വളമൊക്കെ ചേർന്ന പോട്ടി മിക്സർ നമ്മൾ ചെടികൾ നടാൻ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെ മതി. കുറച്ചും കൂടി കനത്തിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയ മൺതിട്ടകളൊക്കെ രൂപപ്പെടുത്തണം. അതിനൊരു ഏകദേശ ആകൃതി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി നമുക്ക് ഈ പോട്ടിംഗ് മിക്സർ കനത്തിലിടേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടിക്കകത്ത് കുറച്ചും കൂടിയും പോട്ടി മിക്സർ നിറച്ചു. ഏകദേശം വക്ക് വരെ ആയിട്ടുണ്ട്. കുറച്ച് സ്പേസ് ബാക്കിയുള്ളൂ. ഇനി നമുക്ക് ഈ വക സാധനങ്ങളൊക്കെ ഇതിനകത്ത് നിരത്തി ഇതൊരു നല്ല ലാൻഡ്സ്കേപ്പാക്കി മാറ്റിയെടുക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഭാവന അനുസരിച്ച് നമുക്കിത് മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാക്കി മാറ്റാൻ നമ്മുടെ ഈ ഇരിക്കുന്ന ഇത്രയും സാധനങ്ങൾ കൊണ്ട് സാധ്യമാകും. അപ്പോൾ നമുക്കിനി അടുത്തത് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ മിനിയേച്ചർ ഗാർഡൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്.
മനോഹരമായൊരു മിനിയേച്ചർ ഗാർഡൻ നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞു. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള പ്രത്യേക കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ കൊച്ചു കൊച്ചു ചെടികൾ, കൊച്ചു പാറക്കെട്ടുകൾ, മൺതിട്ടകൾ, മുട്ടക്കുന്നുകൾ, മരങ്ങൾ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്താണ് നമ്മളിത് രൂപപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ഓർമ്മയുണ്ടായാൽ മതി. കാരണം നമ്മൾ തമ്മിൽ അളവുകൾ ഒരു വലിയ വീട് വെച്ചിട്ട് അതിൻ്റെ അടുത്തൊരു കൊച്ചു മരം വയ്ക്കുന്നതിനേക്കാൾ ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിലൊരു കൊച്ചു വീട് ഇരിക്കുന്നതായിരിക്കും ഭംഗി. അതുപോലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അങ്ങനെ അളവുകളിലെ ആനുപാതികത നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഒരു ഭംഗിയുള്ള ഒരു രൂപകൽപ്പനയിൽ ചെന്ന് അവസാനിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് ചെയ്യാവുന്നതാണ്. ഇത് പിന്നെ സ്വാഭാവികമായി ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ വാട്ടറിങ്ങിനെ കുറിച്ചാണ്. വാട്ടറിങ് അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. നമ്മളൊരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഒരു സ്പ്രേ ചെയ്യാൻ പറ്റുന്നൊരു കുപ്പി, അതിനകത്ത് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക, അത്രേ വേണ്ടൂ. അതിൻ്റെ നോസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊച്ചു കൊച്ചു പുല്ലുകളുടെയും ചെറിയ മരങ്ങളുടെയൊക്കെ കടയ്ക്ക് നേരിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ പറ്റും. വെള്ളം കുത്തിയൊഴിച്ച് അതാകെ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ നാശമായി പോകാതെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്പ്രേ കുപ്പി ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല. സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടൂ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇത് വളരില്ലേ, ലൈവായിട്ടുള്ള മരങ്ങളല്ലേ എന്നൊക്കെയാണ്. ഇതെല്ലാം ലൈവായിട്ടുള്ള മരങ്ങളാണ്, പുല്ലുകളാണ്. ഈ പുല്ലും മരവും ഗ്രാസൊക്കെ തീർച്ചയായിട്ടും വളരും. അത് വളരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു അളവ് നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കുക. ഈ ഗ്രാസൊക്കെ ഒരുപാട് തല നീട്ടി ഇങ്ങോട്ട് പുറത്തേക്കൊക്കെ ഈ ചട്ടിയുടെ പുറത്തേക്കൊക്കെ കവിഞ്ഞ് നിൽക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അതിൻ്റെ തലപ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യുക. അതുപോലെ ഈ മരം അധികം വലുതാവാതെ ശ്രദ്ധിക്കുക. ഇത് ഞാൻ അരേലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു ചെറിയ തൈയാണിത്. അതുപോലെ ഇത് ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട ബെഞ്ചാമിന എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ചെറിയ തൈയാണ്. ഈ തൈകളൊക്കെ ഇനി പുതിയ കൂമ്പും നാമ്പൊക്കെ വന്ന് അതിൻ്റെ പുതിയ ബ്രാഞ്ചസൊക്കെ വന്നിട്ട് അതിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വലിയ കൂറ്റന്മാരാവുന്നല്ല പറയണേ, ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താവുന്ന തരത്തിൽ അത് നീണ്ടു പോവുകയാണെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ ഈ ചട്ടിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അളവ് തന്നെ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാൻ പാലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ ഇത് മനോഹരമായിട്ടുള്ള ഒരു സാധനമായിരിക്കും. വെള്ളത്തിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വളമൊക്കെ നമ്മൾ ഗാർഡൻ സോയിലാണ് നമ്മളതിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള വളം മാത്രം മതി. ഇനി വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലൊന്നും വളം ചെയ്യാൻ അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ വളങ്ങളൊക്കെ മതി. പ്രൂണിങ് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ ഈ ഒരു ഭംഗി നിലനിർത്താൻ പറ്റുള്ളൂ. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളിക്കാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി അറിയാൻ കഴിയും. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഈ അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഉദ്യാന വിശേഷങ്ങളുമായി പച്ചക്കല വീണ്ടും മറ്റൊരു അധ്യായത്തിൽ. ഓക്കെ, ബൈ.